കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ അധികാരം തിരിച്ചുപിടിക്കാൻ ഉറച്ച തീരുമാനവുമായി മുന്നോട്ടു പോകുന്ന കോൺഗ്രസ് നേതൃത്വം ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിൽ അങ്ങേയറ്റം ജാഗ്രതയാണ് പുലർത്തുന്നത്. വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര കേരളത്തിലുടനീളം വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ പാർട്ടി ആസ്ഥാനമായ ഇന്ദിരാഭവനിലും തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. കെ.പി.സി.സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ചേർന്ന് ഹൈക്കമാൻഡുമായി ചേർന്ന് തയ്യാറാക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ അപ്രതീക്ഷിത മുഖങ്ങളും പരിചയസമ്പന്നരും ഒരുപോലെ ഇടം പിടിക്കുന്നു. കൊച്ചിയിലെ രാജകീയ മണ്ഡലമായ തൃപ്പൂണിത്തറയിൽ ഇത്തവണ പോരാട്ടം മുൻപെങ്ങുമില്ലാത്ത വിധം കടുപ്പമേറിയതാണ്. നിലവിലെ എം.എൽ.എ ആയ കെ ബാബുവിനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത്. ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം സ്വയം മാറി നിൽക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നെങ്കിലും മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യം അദ്ദേഹത്തിന്റെ സാന്നിധ്യം അനിവാര്യമാക്കുന്നു. ബി.ജെ.പി. നഗരസഭാ ഭരണം പിടിച്ചെടുത്തതും ഇടതുമുന്നണി തൃപ്പൂണിത്തറ തിരിച്ചുപിടിക്കാൻ ശക്തമായി കരുനീക്കങ്ങൾ നടത്തുന്നതും കോൺഗ്രസിനെ ചിന്തിപ്പിക്കുന്നു. കെ ബാബുവിനെ പോലൊരു ജനകീയ നേതാവിന് മാത്രമേ ഈ കടമ്പ കടക്കാൻ കഴിയൂ എന്ന് രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിലുള്ള പ്രചാരണ സമിതി വിലയിരുത്തുന്നു. രമേശ് പിഷാരടി, എം ലിജു എന്നിവരുടെ പേരുകൾ ഇവിടെ ഉയർന്നു കേട്ടിരുന്നെങ്കിലും പരീക്ഷണങ്ങൾക്ക് മുതിരാതെ വിജയസാധ്യത എന്ന ഒറ്റ മാനദണ്ഡത്തിലാണ് നേതൃത്വം ഉറച്ചു നിൽക്കുന്നത്. പാലക്കാട് ജില്ലയിലെ രാഷ്ട്രീയം ഇത്തവണ ഏറെ കൗതുകകരമാണ്. ഷാഫി പറമ്പിൽ പാർലമെന്റിലേക്ക് പോയതോടെ ഒഴിവ് വന്ന പാലക്കാട് നിയമസഭാ സീറ്റിലേക്ക് ആര് വരുമെന്നത് വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയായിരുന്നു. മുൻ IAS ഉദ്യോഗസ്ഥനായ കണ്ണൻ ഗോപിനാഥനെ പാലക്കാട് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനുള്ള നീക്കം ഗൗരവകരമാണ്. ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അദ്ദേഹത്തിന് യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്. പാർട്ടി ആവശ്യപ്പെട്ടാൽ താൻ പോരാട്ടത്തിന് തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നു. പാലക്കാട്ടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ ഷാഫി പറമ്പിൽ, VK ശ്രീകണ്ഠൻ എന്നീ എംപിമാരുടെ നിലപാട് നിർണായകമാണ്. ജില്ലയിൽ പുതുയുഗ യാത്ര പ്രവേശിക്കുന്നതോടെ ചില രാഷ്ട്രീയ വിസ്മയങ്ങൾ സംഭവിക്കുമെന്ന് V.D. സതീശൻ സൂചിപ്പിച്ചത് കണ്ണൻ ഗോപിനാഥനെ ലക്ഷ്യം വെച്ചാണോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. തിരുവനന്തപുരത്തെ രാഷ്ട്രീയ ചരിത്രം മാറ്റിമറിക്കാൻ കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. തൃശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം മുരളീധരൻ തന്റെ തട്ടകമായ വട്ടിയൂർക്കാവിലേക്ക് മടങ്ങുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ഊർജ്ജമാണ് നൽകുന്നത്. ബി.ജെ.പിക്കും LDF-നും ഒരുപോലെ വെല്ലുവിളിയാകാൻ അദ്ദേഹത്തിന് കഴിയുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. തലസ്ഥാനത്തെ മറ്റ് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി ചർച്ചകൾ ചൂടുപിടിച്ചിട്ടുണ്ട്. മുൻ മന്ത്രി VS ശിവകുമാർ തിരുവനന്തപുരം മണ്ഡലത്തിനായി താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ KS ശബരിനാഥൻ, T ശരത് ചന്ദ് പ്രസാദ് എന്നിവരുടെ പേരുകളും പട്ടികയിലുണ്ട്. കോൺഗ്രസ് ഇത്തവണ പിന്തുടരുന്നത് വളരെ വ്യക്തമായ ചില തന്ത്രങ്ങളാണ്. ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ കഴിവുള്ള സിറ്റിംഗ് MLA-മാരെ നിലനിർത്താനാണ് പാർട്ടി തീരുമാനം. V.D. സതീശന്റെ യാത്ര അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി പ്രചാരണത്തിന് മുന്നിലെത്താനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഗ്രൂപ്പ് താൽപര്യങ്ങളെക്കാൾ വിജയസാധ്യത എന്നതിലാണ് ഇത്തവണ മുൻഗണന നൽകുന്നത്. ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള നിരീക്ഷണം ഇതിന് കരുത്തു പകരുന്നു. കേരളം ഉറ്റുനോക്കുന്ന ഒരു തിരഞ്ഞെടുപ്പിന് തൃപ്പൂണിത്തറ, പാലക്കാട്, വട്ടിയൂർക്കാവ് തുടങ്ങിയ മണ്ഡലങ്ങളിലെ ഫലങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റും. കെ ബാബുവിന്റെ അനുഭവ സമ്പത്തും കെ മുരളീധരന്റെ ജനപ്രീതിയും കണ്ണൻ ഗോപിനാഥനെ പോലുള്ളവരുടെ പുതുമയും ചേരുമ്പോൾ കോൺഗ്രസ് വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു. ഇന്ദിരാഭവനിലെ വരാനിരിക്കുന്ന യോഗങ്ങൾ ഈ തീരുമാനങ്ങൾക്ക് ഔദ്യോഗിക മുദ്ര നൽകും. വരുന്ന ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ പല നീക്കങ്ങളും കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് പ്രതീക്ഷിക്കാം. പ്രധാനമായും സ്ഥാനാർത്ഥി നിർണയവും പ്രചാരണ തന്ത്രങ്ങളും കേന്ദ്രീകരിച്ചായിരിക്കും വരും ദിനങ്ങളിലെ ചർച്ചകൾ. പ്രധാന രാഷ്ട്രീയ നീക്കങ്ങൾ എന്നത് V.D. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ സമാപനത്തിന് മുൻപായി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. വട്ടിയൂർക്കാവിൽ കെ മുരളീധരന്റെയും തൃപ്പൂണിത്തറയിൽ കെ ബാബുവിന്റെയും പേരുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുന്നത് പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിക്കും. പുതുയുഗ യാത്ര പാലക്കാട് ജില്ലയിൽ പര്യടനം നടത്തുമ്പോൾ കണ്ണൻ ഗോപിനാഥനെ പോലെയുള്ള പുതുമുഖങ്ങളെ അവതരിപ്പിക്കുന്നത് യുവ വോട്ടർമാരെ ആകർഷിക്കാൻ സഹായിക്കും. ഷാഫി പറമ്പിലിന്റെയും VK ശ്രീകണ്ഠന്റെയും സാന്നിധ്യം ഈ നീക്കങ്ങൾക്ക് കരുത്തു പകരും. VS ശിവകുമാർ, KS ശബരിനാഥൻ തുടങ്ങിയ പ്രമുഖരുടെ കാര്യത്തിൽ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം വരും ദിവസങ്ങളിൽ പുറത്തുവരും. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം വിജയസാധ്യതയ്ക്ക് മുൻഗണന നൽകുന്ന രീതിയാകും നേതൃത്വം സ്വീകരിക്കുക. UDF-ലെ മറ്റ് ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകളും വരും ദിവസങ്ങളിൽ ഊർജിതമാകും. മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനുള്ള സാധ്യതയും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നു.